പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയം 6 വോട്ടുകൾക്കെന്ന് കണക്കാക്കുമെന്ന് ഹൈക്കോടതി. LDF തർക്കമുന്നയിച്ച 348 വോട്ടുകളിൽ സാധുവായത് 32 എണ്ണം മാത്രമാണ്. LDFന്റെ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയ വിധിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ വിജയം ഹൈക്കോടതി ശരിവച്ചിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, LDFന്റെ ഈ ഹർജി തള്ളിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? ഈ കേസിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഓർഡർ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രകാരം ഇങ്ങനെയാണ്: UDF സ്ഥാനാർത്ഥിയുടെ വിജയം 6 വോട്ടുകൾക്കെന്ന് കണക്കാക്കാം എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. LDF തർക്കമുന്നയിച്ച 348 വോട്ടുകളിൽ സാധുവായത് 32 എണ്ണം മാത്രമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സാധുവായ വോട്ട് ഇനി LDFനാണ് എന്ന് കണക്കാക്കിയാൽ പോലും 6 വോട്ടിന് ഇദ്ദേഹം ജയിക്കേണ്ടതാണ്. കാരണം 38 വോട്ടുകൾക്കാണ് നേരത്തെ നജീബ് കാന്തപുരം ജയിച്ചത്. അതിൽ 32 എണ്ണം LDFന് പോയാൽ പോലും ബാക്കി 6 വോട്ടുകൾക്ക് നജീബ് കാന്തപുരം ജയിക്കും. ഇതാണ് ജസ്റ്റിസ് CS സുധ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മാറ്റിവെച്ച വോട്ടുകൾ ഇനി എണ്ണേണ്ടതില്ല എന്നൊരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിട്ടുണ്ട്. LDFന്റെ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിക്കൊണ്ട് നടത്തിയ നിരീക്ഷണമാണ് ഇത്. എന്തായാലും നജീബ് കാന്തപുരത്തിന് ആശ്വസിക്കാം. 2026 വരെ ആ MLA സീറ്റിൽ ഉറച്ചിരിക്കാം. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.